ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നിങ്ങളൊരു ബ്രാൻഡാകുക എന്നുള്ളതാണ്. ഒരു ഫോട്ടോഗ്രാഫർ ഒരു ബ്രാൻഡാകുക എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഈ ലോകത്തുള്ള സകല വർക്കുകൾ ഓടി നടന്ന് പിടിക്കുക, പലപ്പോഴും ഔട്ട്പുട്ട് പോലും കൊടുക്കാതെ നിങ്ങൾ ബ്രാൻഡല്ലാതായി മാറുന്ന ഒരവസ്ഥ ഞാൻ കാണുന്നുണ്ട്. സോ ഞാൻ നിങ്ങളോട് പറയുന്നത്, എൻ്റെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങളൊരു ബ്രാൻഡാകാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് വർക്ക് ഏതാണെന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു പ്രീമിയം ടൈപ്പ് വർക്കുകളാണ് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അപ്പം ഈ പ്രീമിയം ടൈപ്പ് വർക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വർക്കുകളായിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. പക്ഷേ നമുക്ക് നല്ല പ്രീമിയം വർക്കുകൾ ക്ലയൻറ്റുകൾ ആയിരിക്കും. അപ്പം നിങ്ങളുടെ ഗോൾ അത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് ആ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ നമ്മൾ ചെയ്യണം. അപ്പം ഈ പ്രീമിയം വർക്കുകൾ ചെയ്യുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ ടേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അത്തരം വർക്കുകൾ എടുക്കുമ്പോഴത്തേക്കും അതിന് ഒരുപാട് സമയങ്ങൾ വേണ്ടി വരും. നമുക്ക് നമ്മുടെ ഒരു വലിയൊരു ഗ്രൂപ്പ് തന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു പ്രീമിയം ടൈപ്പ് ഓഫ് വർക്കുകൾ നമുക്ക് ചെയ്തു പോകാനായിട്ട് പറ്റുള്ളൂ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രീമിയം അല്ലാതെ ഒരു മിഡിൽ ക്ലാസ് സ്റ്റൈല് വർക്കുകൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാമെങ്കിൽ നമുക്ക് വർക്കുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അപ്പം നമുക്ക് പിന്നെ ഒരു വലിയൊരു ഗ്രൂപ്പ്, അതായത് ഒരു പ്രീമിയം കസ്റ്റമറിനെ നമ്മൾ ഉപയോഗിക്കേണ്ട അത്രയും മാൻ പവർ ഒന്നും നമുക്ക് വേണ്ടി വരത്തില്ല ഒരു മിഡിൽ ഇതിലുള്ള. സോ അപ്പോൾ പിന്നെ നമുക്ക് വർക്കുകളുടെ എണ്ണം കൂടുതലായിരിക്കും. നമുക്ക് എണ്ണം കൂടുതലാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ലാഭവിഹിതം നമുക്ക് കൂടിക്കൊണ്ടിരിക്കും, നമ്മുടെ എണ്ണം കൂടുന്നതനുസരിച്ച്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഗോള് സെറ്റ് ചെയ്യുക. ആ ഗോള് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ബ്രാൻഡാകുക. ആ ബ്രാൻഡിൽ നമ്മളായിരിക്കണം ടോപ്പ്. പിന്നെ പലരും ഇത് ചെയ്യുന്നൊരിതുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അജോ ധ്രുവ എന്ന് പറയുന്നതാണ് എൻ്റെ കമ്പനിയുടെ നെയിമെങ്കിലും ഞാൻ അജോ ധ്രുവ എന്ന് പറഞ്ഞ ആ നെയിമാണ് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കാരണം ഇനി ഒരു കാലഘട്ടത്തിൽ ഈ കമ്പനി ഇല്ലെങ്കിൽ ഈ അജോ ധ്രുവ എന്ന് പറയുന്ന നെയിം അത് ബ്രാൻഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്നതാണ് ഇത്. പിന്നെ നമ്മളൊരു ബ്രാൻഡ് ആകുകയാണെങ്കിൽ ഉള്ള നേട്ടം എന്ന് പറഞ്ഞാൽ അതാണ് ഇച്ചിരി കൂടി നമുക്ക് എളുപ്പം. നമ്മളൊരു ബ്രാൻഡാകുക എന്നുള്ളതാണ്. നമ്മൾ കമ്പനി ബ്രാൻഡ് ആക്കുന്നതിനേക്കാൾ നിങ്ങൾക്കറിയാമല്ലോ, പലപ്പോഴും ഈ കമ്പനി ബ്രാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്. നമുക്ക് പല പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് കമ്പനി ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ടൈം എടുക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും ഇത് വേണ്ടി വരും. ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, നമ്മുടെ സമയമൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു പേഴ്സൺ മീൻസ് ഇപ്പം ഒരു ഉദാഹരണത്തിന് അജോ എന്ന ആളെ ബ്രാൻഡ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം എൻ്റെ കണക്ഷൻസും കാര്യങ്ങളും എല്ലാം ഇത് ഉപയോഗിക്കാം. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാം. അപ്പം ഞാൻ പറയുന്നൊരു കമ്പനി ബ്രാൻഡ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ സ്വയം ഒരു ബ്രാൻഡായി മാറുകയാണെങ്കിൽ ആ ബ്രാൻഡിങ്ങിലൂടെ നിങ്ങൾക്ക് വർക്ക് എത്തുന്ന ഒരു രീതിയിലേക്ക് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടി എളുപ്പമായിരിക്കും, നിങ്ങൾ കാര്യങ്ങൾ സ്മൂത്താകും. സോ അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വ്യക്തികളും ബ്രാൻഡാകുക, സിംഗിൾ ബ്രാൻഡുകളാകുക, നിങ്ങൾ ഒരു ബ്രാൻഡാകുക എന്നുള്ളതാണ്. സോ ഫോട്ടോഗ്രാഫർമാർക്ക് ഇതൊരു ടിപ്പായിട്ട് ഞാൻ നൽകുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അജോ ധ്രുവ.